നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്ര ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു തലത്തിലേക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു സ്റ്റേറ്റ് പലതായി മാറുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ഒന്നായിട്ട് നിലകൊള്ളാൻ സാധിക്കുന്നില്ല. ഒരു നിമിഷം കടന്നു പോകുമ്പോൾ അടുത്ത നിമിഷം വേറൊരാൾ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഇൻ്റഗ്രേറ്റഡ് അല്ലാതെ ഇരിക്കുന്ന ഈ സ്ഥിതിയിൽ നമുക്ക് എങ്ങനെയാണ് ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുക എന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്വയം ക്ലിയർ അല്ല. അതിനു മുമ്പേ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ തുടങ്ങുക. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അതുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഒരു അബ്സല്യൂട്ടായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് ഫൗണ്ടേഷനായിട്ട് ഈ പ്രപഞ്ചത്തിൽ സർവ്വചരാചരങ്ങളുടെയും ഫൗണ്ടേഷനായിട്ട് സെൻറ്ററായിട്ട് നിലകൊള്ളുന്നു. നമ്മൾ ഈശ്വരൻ എന്ന് അതിനെ പരാമർശിക്കുന്നു. പക്ഷെ അങ്ങനൊരു പെർഫെക്ഷനിൽ എത്തിച്ചേരാൻ ഈ ഭൗതിക ശരീരം കൊണ്ട് സാധിക്കില്ല എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. മഹാത്മാഗാന്ധിജി യൂക്ലിഡിയൻ ജോമെട്രിയിലെ ലൈൻ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്കൊരു നേർവര വരയ്ക്കാൻ സാധിക്കില്ല. അതുപോലെ നമുക്കൊരു പോയിൻ്റ് ഇടാൻ സാധിക്കില്ല. കാരണം ഒരു പോയിൻ്റ് തന്നെ ഒരു വൃത്തമാണ്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ മുകളിലാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ നമുക്കൊരു അടിസ്ഥാനമുണ്ട്. അതാണ് ഗോഡ് എന്ന ആ പ്രിൻസിപ്പിൾ. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മന്യേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തതോച്യതേ എന്ന് പറയുന്നു. തൻ്റെ ആത്മാവിൽ തന്നെ സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നവൻ, അവിടെ തന്നെ സന്തോഷം കാണുന്നവൻ,
ആണ് സ്ഥിതപ്രജ്ഞൻ. അപ്പോൾ ഈ ആത്മൻ എന്നുള്ള പദം കേൾക്കുമ്പോൾ അനങ്ങാപ്പാറയായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് നമുക്ക് തോന്നും. പക്ഷേ സഹജമാർഗത്തിലെ ആദി ഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ആത്മൻ, ആത് പ്ലസ് മൻ ആണ്, മൂവിങ് ആൻഡ് തിങ്കിങ്, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. ആത്മനിൽ നിന്നും ബ്രഹ്മനിലേക്ക് പരിണമിക്കുന്നു. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ആൻഡ് തിങ്കിങ്, അവിടെ പരിണാമമാണ്, പിന്നെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എക്സ്പാൻഷൻ മറികടന്നിട്ട് അതിൻ്റെ ഒറിജിനിലേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമുണ്ട് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ എക്സ്പാൻഷൻ ഇല്ലാണ്ട്, തോട്ട് പ്രോസസ് ഉപയോഗിക്കാണ്ട് നമുക്ക് വളരാൻ സാധിക്കില്ല, പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റേറ്റിൽ എത്തിച്ചേരണം, ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റേറ്റിൽ എത്തിച്ചേരണം. നമ്മൾ ശ്രദ്ധ എന്നുള്ള പദത്തെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഏകീകൃതമായിട്ടുള്ള ഏത് ഫൗണ്ടേഷനിലാണോ നമ്മൾ നിലനിൽക്കുന്നത് അതാണ് ശ്രദ്ധ. ശരിക്കും ഒരു ശ്രദ്ധ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാ ശ്രദ്ധയും സൂപ്പർസ്റ്റിഷൻസാണ്, എപ്പോൾ വേണമെങ്കിൽ ഇല്ലാണ്ടാവും. സയൻസ് സൂപ്പർസ്റ്റിഷനാണ്, സയൻസ് എപ്പോൾ വേണമെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു, എന്ത് വിശ്വാസങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിയിൽ നിൽക്കുന്ന ഒരു ബേസ് ഉണ്ട്. ആ ഒരു ബേസിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ബേസ് അവിടെ ഉണ്ടോ, അവിടെ എത്തിച്ചേരാൻ പറ്റില്ല എന്ന് തന്നെ നമ്മൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ആ ബേസിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത്? അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്ഥിരമായിട്ടുള്ളത്? സ്ഥിരമായിട്ടുള്ളത് നമ്മുടെ ലക്ഷ്യബോധം മാത്രമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ ഭംഗിയായിട്ട് പറയുന്നു, അനികേതഃ സ്ഥിരമതിഹി ഭക്തിമാന്മേ പ്രിയോ നര. സ്ഥിരമതിഹി, അതാണ് സ്ഥിരം. സ്ഥിരമായിട്ടുള്ള മതിഹി, ഇൻ്റലക്റ്റ്, സ്ഥിരമായിട്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ബോധം ഉള്ളിൽ വരും മാത്രമേ, അവിടെയാണ് സ്ഥിരത. അതാണ് നമുക്ക് ശരിക്കും ഏറ്റവും വലിയ ഹാപ്പിനെസ് നൽകുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് തർക്കിക്കേണ്ട കാര്യമില്ല. ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പ്രിൻസിപ്പിളുണ്ട്, പെർഫെക്ഷൻ പ്രിൻസിപ്പിളുണ്ട്. അതിൽ മാത്രം ഊന്നിക്കൊണ്ട് എവിടെ എത്തിയാലും ഞാൻ എത്തിയിട്ടില്ല എന്നുള്ള ബോധം എന്നിൽ ഉണ്ടാക്കിക്കൊണ്ട് അനികേതനായിട്ട്, അതായത് എവിടെയും തങ്ങി നിൽക്കാതെ സ്ഥിരമതി. സ്ഥിരം എന്ന് പറഞ്ഞാൽ എൻ്റെ പെർഫെക്ഷനിൽ എത്താതെ ഐ വിൽ നോട്ട് റെസ്റ്റ്. ആ റെസ്റ്റ്ലെസ്സസ് ആണ് ഏറ്റവും വലിയ സ്പിരിച്വൽ നേട്ടം എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. അപ്പോൾ ആ റെസ്റ്റ്ലെസ്സസ് ആണ് ശരിക്കും സ്ഥിരത. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാം നമ്മുടെ ഉള്ളിലുള്ള ആ അസ്വസ്ഥത. നമ്മൾ മഹാത്മാക്കളെയും മാസ്റ്റേഴ്സ് നോക്കിയാൽ അവരൊക്കെ അസ്വസ്ഥരായിരുന്നു. യേശുക്രിസ്തു അസ്വസ്ഥനായിരുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ അസ്വസ്ഥനായിരുന്നു, ബാബുജി മഹാരാജ്, ലാലാജി മഹാരാജ്, ചാരിജി മഹാരാജ്, ദാജി, രാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, പ്രോഫറ്റ് മുഹമ്മദ് ഒക്കെ അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥത ഒരു പെർമനൻ്റ് ആയിട്ടൊരു ഫീച്ചറായിട്ട് നമുക്ക് തോന്നുന്നു. അതാണ് ശരിക്കും സ്ഥിരത. സ്ഥിരതയായിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ ഈ അസ്വസ്ഥതയാണ്. അദ്ദേഹത്തെ പോലെ ആയിത്തീരണം എന്നുള്ളൊരു അസ്വസ്ഥത, അതാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള നേട്ടം എന്നാണ് തോന്നുന്നത്. ആ പെയിൻ, ബാബുജി മഹാരാജ് പെയിനെ കുറിച്ച്, വേദനയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാരിതോഷികം എന്നാണ് പറയുന്നത്, അതായി തീരാനുള്ള വേദന. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു പെയിൻ, ഒരു റെസ്റ്റ്ലെസ്നെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതാണ് പാത തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ തരത്തിലുള്ള പെയിൻ ഈസ് ലവ് എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. ഇതൊക്കെ വളരെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അവിടെ എത്തും എന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അവിടെ എത്തില്ല. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ അവിടെ ഞാൻ തന്നെ ഇല്ല, പ്രവർത്തിക്കാൻ ആരെയും വേണ്ടേ. അപ്പോൾ ഞാനെന്നുള്ള ഈ ഐഡൻറ്റിറ്റിക്ക് നിലനിൽക്കാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ തരത്തിലുള്ള പെയിൻ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ്. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള ശ്രദ്ധ, നമ്മുടെ അടിസ്ഥാനപരമായുള്ള ശ്രദ്ധ ഈ ഒരു തരത്തിലുള്ള റെസ്റ്റ്ലെസ്നെസ് ആണ്. ഞാനൊന്നും ആയിട്ടില്ല, അത് ഹ്യൂമിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. വിനയം ഐക്യം അടിസ്ഥാനം എന്ന് ദാജി പറയുന്നു. ഭണ്ഡാര സന്ദേശത്തിൽ പറയുന്നു, പ്രസൻസിനേക്കാളും ഉയർന്നതാണ് വിനയം എന്നാണ് പറയുന്നത്. വിനയം നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള, ഹ്യൂമിലിറ്റി നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനായിട്ട് മാറണം. ആ വിനയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള ഒരു പെയിൻ, റെസ്റ്റ്ലെസ്നെസ്, അതാവട്ടെ നമ്മുടെ ശരിക്കുള്ള നമ്മുടെ ഫൗണ്ടേഷൻ. എങ്കിൽ മാത്രമേ നമ്മൾ യാത്രയിൽ റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം, നമുക്കിതേക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷനിൽ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.